ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഗീ റൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: അരി 2 ഗ്ലാസ്. ഇത് ജീര റൈസാണ്, ജീരകശാല എന്നൊക്കെ പറയും. ഈ അരിയിൽ ഗീ റൈസ് ഉണ്ടാക്കിയാൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും, അതുപോലെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. വെള്ളം 3 ഗ്ലാസ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അത് നീളത്തിൽ അരിഞ്ഞത്. പച്ചമുളക് 4 എണ്ണം, കറുവപ്പട്ടയുടെ ഇല 2, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, പട്ട 1 കഷ്ണം, ഗ്രാമ്പു 3, ഏലക്ക 4, പുതിന ഇല കുറച്ച്, ഗ്രീൻ പീസ് കുറച്ച്, ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തത്, നെയ്യ് 1 സ്പൂണ്, എണ്ണ 3 ടേബിൾ സ്പൂണ്. ഞാനിവിടെ എണ്ണയും നെയ്യും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും നെയ്യിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും കറുവപ്പട്ടയുടെ ഇലയും ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും ഗ്രീൻ പീസും അരിയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പും പുതിന ഇലയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ശരിയാണോ എന്ന് നോക്കണം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിങ്ങാണ്ട് തീ കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.